നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൂരം നടത്തിപ്പുമായുള്ള ധാരണ. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജും ഇല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണമെന്നും ബി ഗോപാലകൃഷ്ണൻ. ആറാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന് സമാപനമായി. പെരുമ്പിലാവ് ആൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം പരിമിതപ്പെടുത്തി. വെടിക്കെട്ട് ഒഴിവാക്കി 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി. വെടിപ്പുര ദുരന്തത്തിന് പിന്നാലെ ഇത്തവണത്തെ പൂരം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കാനായി സർക്കാർ വിളിച്ച യോഗത്തിന്റേതാണ് തീരുമാനം. തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്താനാണ് യോഗത്തിൽ തീരുമാനമായത്. വെടിക്കെട്ട് ഉണ്ടാവില്ല. ആഘോഷപൂർവ്വമുള്ള കുടമാറ്റവും ഇല്ല. 15 മിനിറ്റ് മാത്രം ദൈർഘ്യമേ ഇത്തവണ കുടമാറ്റത്തിനുണ്ടാവൂ. ഇലഞ്ഞിത്തറമേളം ഗംഭീരമായി നടക്കും. കുടമാറ്റം പ്രതീകാത്മകമായിട്ടായിരിക്കും നടത്തുക. പരമാവധി 10 സെറ്റ് കുടകളാണ് ഇത്തവണ മാറാനാവുന്നത്. സാധാരണ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റമാണ് നടത്തുക. 55 സെറ്റ് കുടകൾ ഇരുദേവസ്വങ്ങളും ഈ സമയം കൊണ്ട് മാറുമായിരുന്നു. അതാണ് 10 സെറ്റ് കുടകളായി പരിമിതപ്പെടുത്തിയത്. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആനകളും മേളവുമായി വടക്കുംനാഥ സന്നിധിയിലെത്തി മടങ്ങും. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും മേളത്തിനും മുടക്കമുണ്ടാവില്ല. മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറമേളവും സമയമൊട്ടും കുറയ്ക്കാതെ അവതരിപ്പിക്കും. സമയപ്രദർശനം നടത്തുമെങ്കിലും ആഘോഷപൂർവ്വമായിരിക്കില്ല. നേരത്തെ സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും നടത്തണമെന്ന് പാറമേക്കാവ് അഭിപ്രായപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുത്തു. കളക്ടറേറ്റിൽ യോഗം ചേരുന്നതിന് മുമ്പ് VN വാസവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ദേവസ്വം ഭാരവാഹികളെ വിളിച്ചുവരുത്തി സമവായ ചർച്ച നടത്തിയിരുന്നു. നടക്കുന്ന ഓർമ്മകളോടെ നെഞ്ചുരുകി കഴിയുകയാണ് പുന്നേർകുളം കുന്നത്തൂർ സ്വദേശിനി കാഴുങ്ങൽ ശാരദ. തന്നെയും തന്റെ പറക്കമറ്റാത്ത 4 മക്കളെയും തനിച്ചാക്കി വാസു തിരിച്ചുവരാത്ത ലോകത്തേക്ക് യാത്രയായത് ഇതുപോലുള്ളൊരു വെടിക്കെട്ട് ദുരന്തത്തിലാണ്. 2011 ഡിസംബർ 28-ന് തൃശൂർ അത്താണിയിലെ പടക്കശാല തീപിടിച്ചുണ്ടായ അപകടത്തിലാണ് ഭർത്താവ് വാസുവിനെ നഷ്ടമായത്. അന്നത്തെ അപകടത്തിൽ 6 പേരാണ് മരിച്ചത്. സംഭവത്തിന് തലേന്നാണ് വാസൂട്ടി എന്ന വാസു വീട്ടിൽ വന്ന് പണിസ്ഥലത്തേക്ക് മടങ്ങിയത്. പിന്നീട് കേട്ടത് അപകട വാർത്തയാണ്. പടക്കശാല ദുരന്തവും മരിച്ചവരുടെ പേരുകളും TV-യിൽ വന്നപ്പോഴൊന്നും വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞില്ല തങ്ങളുടെ വാസുവാണ് അപകടത്തിൽ മരിച്ചതെന്ന്. കാരണം പണിസ്ഥലത്ത് വാസു അറിയപ്പെട്ടിരുന്നത് വാസുപിള്ള എന്നായിരുന്നു. മരിച്ചവരുടെ പട്ടികയിൽ വാസുവും വാസുട്ടിയും ഇല്ലാതിരുന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും സമാധാനിച്ചു. വാർത്തയൊക്കെ വരുമ്പോ വാസുപിള്ളാന്നല്ല പറയണത്. ആ പേര് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവിടെ വാസുട്ടിന്നാണ് പേര്. വാസുന്നാ ശരിക്കും എല്ലാവരും വാസുട്ടിന്നാ വിളിക്കുന്നത്. ടിവിയില് വരുമ്പോ വാസുപിള്ളാന്ന് പറയുമ്പോ ഒരു ഒത്തുപിടുത്തണ്ടാക്കല്ല. പേര് ഞങ്ങൾക്ക് അറിയില്ല. ആൾക്കാരൊക്കെ മരിച്ചല്ലോ. ആളൊക്കെ മരിച്ചില്ല. സ്ഥലത്തുനിന്ന് ഇവിടെ നിന്ന് ദിവസം അന്ന് പണിക്ക് കയറുന്നില്ല. ഞാൻ നാളെ പണിക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പണിയുണ്ട് തല വിളിച്ചത്രേ. അപ്പൊ കേട്ടത് പണിക്കാൻ കയറില്ല. പക്ഷേ മരണം വാസുവിനെ കൊണ്ടുപോയിരുന്നു. വാസുവിന്റെ മരണത്തോടെ തകർന്നത് ഭാര്യ ശാരദയാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് 3 പെൺമക്കളുടെയും വിവാഹം നടത്തി. മകൻ വിഷ്ണു ടൈൽ ജോലി ചെയ്യുന്നു. അച്ഛന്റെ പണിയോടാണ് മകന് താൽപര്യം ഉണ്ടായിരുന്നതെങ്കിലും ഭർത്താവിന്റെ ദുരന്തം അനുഭവിച്ചറിഞ്ഞ ശാരദ മകനെ കരിമരുന്ന് പണിക്ക് വിട്ടില്ല. മുണ്ടത്തിക്കോട് ദുരന്തമറിഞ്ഞതു മുതൽ തന്റെ പ്രിയതമന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീർ പൊഴിക്കുകയാണ് ശാരദ.
മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ അക്വിസിഷൻ നടത്തുന്നതിനു മുമ്പ് മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് ജനങ്ങൾക്ക് മുമ്പാകെ, ഭക്തജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാതെ, സാമൂഹ്യാഘാത പഠനം തയ്യാറാക്കാതെ ഒരു കാരണവശാലും അക്വിസിഷൻ നടപടി അനുവദിക്കില്ല. നേരത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ദേവസ്വം യാതൊരു ആനുകൂല്യവും നൽകിയിട്ടില്ല. സെന്റിന് 1 കോടി രൂപ നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല. ക്ഷേത്ര വികസനം ആവശ്യമാണ്, പക്ഷേ തോന്നിവാസം അനുവദിക്കില്ല. തദ്ദേശീയരെ വഴിയാധാരമാക്കിയുള്ള ഒരു വികസനവും വേണ്ട. ക്ഷേത്രത്തിലെ പാരമ്പര്യ പ്രവൃത്തിക്കാരെ 5 കിലോമീറ്റർ അകലേക്ക് മാറ്റിയാൽ അവർ എങ്ങനെ പുലർച്ചെ ക്ഷേത്രത്തിലെത്തും? വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണം. നടത്തുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും തയ്യാറാക്കണം. അത് ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ അക്വിസിഷന് വേണ്ടിയിട്ട് ദേവസ്വം നടപടിയെടുക്കുമ്പോൾ 1 സെന്റിന് 1 കോടി രൂപ വെച്ച് കൊടുക്കണം. അത് കൊടുക്കാനുള്ള പണമൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. അത് കൊടുക്കാനുള്ള പണമൊക്കെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. കുടിയൊഴിപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചുകൂട്ടി ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകും. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഈദ് മുബാറക് എന്ന രീതിയിൽ മിഠായി വിതരണം നടത്തിയിട്ടുണ്ട്. ഹിന്ദു അല്ലാത്ത ഒരു കശ്മീരിയാണ് മിഠായി വിതരണം ചെയ്തത്. ശീവേലി സമയത്ത് ഇത്തരത്തിൽ മിഠായി ലഭിച്ചതായി 8 പേർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും വന്ന സുരക്ഷാ വീഴ്ചയാണിത്. ഇക്കാര്യത്തിൽ ദേവസ്വവും പോലീസും നിലപാട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ സെക്യൂരിറ്റി വീഴ്ചയാണ് മുട്ടായി വിതരണത്തിന്റെ കാരണം. പോലീസും മറച്ചുവെക്കാൻ നോക്കരുത്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഈദ് മുബറാഖ് എന്ന് പറഞ്ഞുകൊണ്ട് മിഠായി വിതരണം നടന്നതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ദേവസ്വം നിലപാട് വ്യക്തമാക്കണം, പോലീസ് നിലപാട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ ഇത് ഞങ്ങള് ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റും. കാശ്മീരി ഹിന്ദു അല്ല. പണം വാങ്ങിക്കാനുള്ള യന്ത്രം മാത്രമായി ദേവസ്വം മാറിയിരിക്കുകയാണ്. പണം പിടിച്ചു വാങ്ങുന്ന യന്ത്രമായി ദേവസ്വം ബോർഡ് അധപതിക്കരുത്. ഒരു പണം വാങ്ങുന്ന യന്ത്രമായി ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും മാറ്റരുത്. ഒരു പരിധിവരെ സഹിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഭരണസമിതിയുടെ മീറ്റിംഗ് അനുവദിക്കില്ല. കയറി വലിച്ച് പുറത്തിടും. ഞങ്ങള് വേഷം കെട്ട് പരിപാടിയൊന്നും ഇനി അനുവദിക്കില്ല. ഭരണസമിതിയുടെ യോഗം നടത്താൻ അനുവദിക്കില്ല. വലിയ ഭരണസമിതിയുടെ ആൾക്കാരാന്ന് പറഞ്ഞ കയറിയിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെയൊക്കെ ഈ ഗുരുവായൂർ ടൗണില് ഞങ്ങള് ജനകീയ വിചാരണ ചെയ്യും. വേഷം കെട്ട് കാണിക്കരുത്. മുണ്ടത്തിക്കോട് സ്ഫോടനം പോലീസിന്റെ ഭാഗത്തുനിന്നും വന്ന വീഴ്ചയാണ്. പടക്ക നിർമ്മാണശാലയിൽ വേണ്ടത്ര കരുതൽ സ്വീകരിച്ചിരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് ഞാനവിടെ പോയതാ സംഭവ സ്ഥലത്ത്. ഇതേപോലത്തെ ഒരു പേപ്പറിൽ അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര തൊഴിലാളി ഉണ്ടായിരുന്നു? തൊഴിലാളി ഗവൺമെന്റ് അല്ലേ കേരളത്തിലെ ഗവൺമെന്റ്? പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളിയല്ലേ? ആറാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാരം സമർപ്പിച്ചു. 11,111 രൂപയും ജയൻ പാത്രമംഗലം നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന്റെ സമാപന സദസ്സ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM അബ്ദുൾ റഷീദ്, നാടകോത്സവ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ VV സുധീഷ്, ജനറൽ കൺവീനർ AN സോമനാഥൻ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ഒറ്റയാൾ നാടകമായ പെൺനടൻ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടനെ അവതരിപ്പിച്ചത്. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞു. ശ്രുതി തെറ്റാതെ താളം പിഴക്കാതെ അരങ്ങത്ത് ആടിയിട്ടുണ്ട്. ഞാൻ ആണും പെണ്ണും കെട്ടവരായി.
ആണൊരാളുടെ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പെണ്ണടൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അരങ്ങിൽ സമ്പന്നനായ നാടക നടൻ ജീവിതത്തിൽ നേരിടുന്ന അവഗണനകളാണ് നാടകം സംവദിക്കുന്നത്. നാടക ചരിത്രത്തിൽ സ്മരിക്കപ്പെടാതെ പോയ ഓച്ചിറ വേലുക്കുട്ടി ആശാൻ എന്ന നടന്റെ ജീവിതകഥയുടെ നേർപ്പകർപ്പാണ് പെണ്ണടൻ. വാസവദത്തയായും ലീലയായും മാതങ്കിയായും പല വേഷങ്ങളിൽ സന്തോഷ് കീഴാറ്റൂർ പകർന്നാടുകയാണ്. ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമാകുന്ന വെളിച്ചക്രമീകരണങ്ങളും പശ്ചാത്തല സംഗീതവും നാടകത്തെ മികവുറ്റതാക്കി. രംഗത്തിന്റെ ചടുലമായ ഒരുക്കങ്ങൾ വേഷപ്പകർച്ചയ്ക്ക് ഏറെ സഹായകരമായി. പെൺവേഷം മാത്രം കിട്ടിയാടിയ നടന്റെ ആത്മസംഘർഷവും നാടകത്തിനപ്പുറത്ത് നടന്റെ ലിംഗം തിരയുന്നവരിൽ നിന്നുമേറ്റ അപമാനങ്ങളും നാടകത്തിൽ ചർച്ചയായി. കുമാരനാശാന്റെ കരുണയിലെ വാസവദത്തയായി തകർത്താടിയ നടൻ അവസാനം അരങ്ങിൽ നിന്നും പുറത്താക്കപ്പെടുന്നതും തുടർന്ന് വീട്ടിൽ നിന്നും തള്ളിക്കളയപ്പെടുന്നതുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. മഹാനായ പാപ്പുക്കുട്ടി ആശാൻ അരങ്ങിലാടിയ കഥാപാത്രങ്ങളെ അറിഞ്ഞു. പക്ഷേ സ്വന്തം ജീവിതം തിരിച്ചറിഞ്ഞില്ല, സ്വന്തം ജീവിതത്തിലെ കർമ്മ അറിഞ്ഞില്ല, സ്വന്തം ജീവിതം തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി ഡോക്ടർ എൻ കെ മധുസൂദനനും ഡോക്ടർ കെ എസ് പ്രശാന്ത് കൃഷ്ണനുമാണ് സംഗീത സംവിധായകർ. സന്തോഷിന്റെ ഭാര്യ സിനി സന്തോഷ് കോസ്റ്റ്യൂം ഡിസൈനറായും മകൻ പ്ലസ് 2 വിദ്യാർത്ഥി യദുസ്ഥാൻ ദീപസംവിധായകനായും നാടകത്തോടൊപ്പമുണ്ട്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഈ ഒരു സദസ്സ് കാണുമ്പോൾ അല്ലാതെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ്. സത്യം, ഈ ഗ്രാമക നാടകോത്സവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതു മുതൽ ഞാൻ ഈ വേലൂരിനെ കുറിച്ച് അറിയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നാടകക്കാരൻ പ്രബലൻ വേലൂർ, പ്രബലേട്ടനിലൂടെയാണ് വേലൂർ എന്ന ഗ്രാമത്തെക്കുറിച്ചും ഇവിടുത്തെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്നത്. ഈ നാടകോത്സവത്തിൽ പങ്കാളിയാവണം. കഴിഞ്ഞ വർഷം സാധിച്ചില്ല, ഈ വർഷം സാധിച്ചു. ആദ്യം തന്നെ ഗ്രാമകം നാടകോത്സവത്തിൻ്റെ മുഴുവൻ സംഘാടകരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കലാകാരന്മാർക്ക് പരിചിതമായ സംഘർഷത്തിന്റെ കരുത്തുള്ള ആവിഷ്കാരമായി മാറിയ പെണ്ണടൻ എന്ന നാടകം ഗ്രാമകം നാടകോത്സവ വേദിയെ ധന്യമാക്കിയാണ് വെളിച്ചമണച്ചത്. പെരുമ്പില വാൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പിലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പെരുമ്പില വാൽത്തറ കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. കുന്നംകുളത്ത് നിന്ന് തിപ്പലശ്ശേരിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അപകടത്തിൽ അയ്യപ്പന്റെ ഭാര്യ തങ്ക, പേരക്കുട്ടി 7 വയസ്സുള്ള സായുജ്, ഓട്ടോറിക്ഷ ഡ്രൈവറും അയ്യപ്പന്റെ അയൽവാസിയുമായ തിപ്പലശ്ശേരി നെല്ലേക്കാട്ട് വീട്ടിൽ വിജയൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. സാഹിത്യത്തിലെ മഹാരഥന്മാരായ വില്യം ഷേക്സ്പിയറിന്റെയും ഗാർസിലാസോ ഡെലാവേഗയുടെയും മിഗൽ ഡെസർവൻസിന്റെയും ചരമദിനമാണ് പുസ്തക ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത്. ഏറെക്കാലമായി വായന മരിക്കുന്നുവെന്ന വിലാപമുയരുന്ന ഇക്കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. അത് സ്വയം നവീകരിക്കാനുള്ള വഴിയായി മാറുന്നു. പുതിയ കാലം ഈ വായനയുടെ കാലം കൂടിയാണ്. അങ്ങനെ വായന പുതിയ തലത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. ഇ ബുക്കുകൾക്ക് ഇതര ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ആവശ്യക്കാർ ഏറെയാണ്. ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള വഴിയും പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നു. മൂല്യമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
വായന മരിക്കുന്നുവെന്ന വിമർശനത്തിനിടയിലും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ പോലും വായനക്കാർ വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. വായന മരിക്കുന്നുവെന്ന് പറയുമ്പോഴും പുസ്തക വിൽപ്പനയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ പറഞ്ഞു. കൂടാതെ ഒരുപാട് ചെറുസംഘങ്ങൾ, പുസ്തക ചർച്ചാവേദികൾ, ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കേരളത്തിൽ എല്ലായിടത്തും പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരുപക്ഷെ വായനശാലകളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം. അതേസമയം തന്നെ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണെന്നും വത്സൻ കൂട്ടിച്ചേർത്തു. ജനാധിപത്യ പ്രക്രിയയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് പുസ്തക വായന എന്നത് തിരിച്ചറിവ് ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറു സംഘങ്ങൾ, പുസ്തക ചർച്ചാ വേദികൾ, ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ കേരളത്തിലെമ്പാടും പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പൊതുവെ ആളുകൾ പറയും ആരാണ് വായിക്കുന്നത്, വായന മരിക്കുകയാണ് എന്നൊക്കെ തന്നെ പൊതുവെ എല്ലാവരും പ്രസംഗങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള വായന ഒരുപക്ഷെ വായനശാലകളിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അതേസമയം തന്നെ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണ്. ഈ വർഷത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ആശയം നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ്. വായനയോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ആശയം ബോധ്യപ്പെടുത്തുന്നത്. പുനേർകുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഭക്തിനിർഭരമായി. ഏപ്രിൽ 18 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ആചാര്യവരണത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 6 ദിവസങ്ങളിലായിട്ടായിരുന്നു ധ്വജപ്രതിഷ്ഠ കലശമായി നടത്തിയത്. 19 ഞായറാഴ്ച പ്രായശ്ചിത്ത ഹോമം, വൈകിട്ട് 5 മണിക്ക് പതിവ് പൂജകൾക്ക് പുറമെ മുളപൂജ, അത്താഴപൂജ എന്നിവയും ഔഷധ തൈലം വിൽപ്പനയുടെ വിതരണവും ഉണ്ടായി. 3-ാം ദിവസമായ ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് തത്വകലശാഭിഷേകം, വൈകിട്ട് 5 മണിക്ക് ബ്രഹ്മകലശ പൂജ എന്നിവയും 4-ാം ദിവസമായ 21-ാം തീയതി രാവിലെ 5 മണിക്ക് പരികലശാഭിഷേകം, വൈകിട്ട് 5-ന് വാഹന പരിഗ്രഹം എന്നിവയും നടത്തി. 5-ാം ദിവസമായ 22-ാം തീയതി ബുധനാഴ്ച ശയ്യാപൂജ, അഗ്നിജനനം, കുംഭദേശകർക്കരി കലശപൂജ, വാഹന കലശപൂജ, ദിക്പാലക കലശപൂജ, മണ്ഡലപൂജ എന്നിവയും വൈകിട്ട് 6:30-ക്ക് ദീപാരാധനയ്ക്കു ശേഷം ബിംബോദ്ധാരം, ബിംബശുദ്ധി, ധ്വജനിവാസം, അനിവാസഹോമം എന്നിവയും നടത്തി. ധ്വജപ്രതിഷ്ഠാ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം പതിവ് പൂജകൾ, പരികലശാഭിഷേകം എന്നിവയും തുടർന്ന് കലശമെഴുന്നള്ളിപ്പ്. തുടർന്ന് 7:45-നും 8:45-നും മധ്യേ പുണർദം നക്ഷത്രം, ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ ഗരുഡധ്വജ വാഹന കലശം, അഷ്ടദിക്പാലക കലശവും അഭിഷേകവും ചെയ്തു പ്രതിഷ്ഠ നടത്തി. തുടർന്ന് പഞ്ചലോഹ കൊടിമരത്തിലേക്ക് മഹാസമർപ്പണം നടത്തിയ ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാട്, മുഖ്യ ഉപദേഷ്ടാവ് രാജഗോപാലമേനോൻ, പഞ്ചലോഹ കൊടിമര ശില്പി സുരേഷ് മാന്നാർ, കൊടിമരം ശില്പി വിഷ്ണു ആചാര്യ തുടങ്ങിയവരെ ആദരിച്ചു. 2025 ഫെബ്രുവരി 1-നാണ് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും ഒറ്റത്തടി തേക്ക് നിലം തൊടാതെ കൊണ്ടുവന്ന് ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. 38ഓളം ഔഷധക്കൂട്ടുകളാൽ ഉണ്ടാക്കിയ തൈലത്തിൽ 8 മാസത്തോളം കിടത്തിയ ശേഷമാണ് ആധാരശിലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചത്. പരിപാടികൾക്ക് ക്ഷേത്രമൂരാളൻ കാട്ടുമാടമ്മന അഭിനവ് അനിൽ നമ്പൂതിരിപ്പാട്, കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, കൺവീനർ സുരേഷ് മാമ്പുള്ളി, ട്രഷററും എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ RS രഞ്ജിത്ത് തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്വും ഉണ്ടായി. തുടർന്ന് വിശ്വാസികൾക്ക് ഭക്ഷണ വിതരണവും നടന്നു. ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, 7 മണിക്ക് യൂലിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച വിളമ്പലും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വൈദികരും വിശ്വാസികളും പങ്കാളികളായി. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.
മാധ്യമ സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന മുഖ്യമന്ത്രി DGP എന്നിവർക്ക് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുവദനീയമായ സ്ഥലത്ത് മാധ്യമപ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി വിഷ്വൽ നശിപ്പിച്ചതിനുമെതിരെയാണ് പരാതി നൽകിയത്. ഏപ്രിൽ 20 വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താനെത്തിയപ്പോൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനായ രാജു ഗുരുവായൂരിനെ തടയുകയും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി തടഞ്ഞുവെച്ച് ഫോൺ പിടിച്ചുവാങ്ങി ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനുമെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHOക്ക് പരാതി നൽകിയിരുന്നു. നടന്ന സംഭവവും ഇതിലുൾപ്പെട്ടവരെയും പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം കാവൽക്കാരൻ സുമേഷ്, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ഒപ്പം വന്ന കണ്ടാലറിയുന്ന ആൾ, വിവേക് കിരണിന്റെ ഭാര്യ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പരാതി നൽകിയത്. പൊതുസ്ഥലത്ത് നിയമപ്രകാരമുള്ള പ്രവേശനം തടസ്സപ്പെടുത്തിയതിനും ബലമായി പിടിച്ചുകൊണ്ടുവന്ന് പൊതുപ്രദർശനം നടത്തിയതിനും നിർബന്ധമായി കെട്ടിടത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഫോൺ കൈയടക്കി അതിൽ നിന്നും ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനും അനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതിയിൽ അടിയന്തരമായി ഇടപെട്ട് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുണ്ടാകണമെന്നാണ് യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുന്നേർകുളം മർച്ചന്റ്സ് അസോസിയേഷൻ 46-ാം വാർഷികവും പുന്നേർകുളം പഞ്ചായത്ത് പുതിയ ഭരണസമിതിയിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും സ്വീകരണവും നൽകി. ആൽത്തറ ഗ്രീൻലാൻഡ് റീജൻസിയിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, പ്രതിപക്ഷ നേതാവ് AD ധനീബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP ധർമ്മൻ, KH ആബിദ്, മെമ്പർമാരായ ഷാജി തൃപ്പറ്റ്, ശോഭാ പ്രേമൻ, ബുഷറ സുബൈർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലുമുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാല അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും 1 വർഷത്തിനുള്ളിൽ മരണമടഞ്ഞ മെമ്പർമാർക്ക് അനുശോചനവും രേഖപ്പെടുത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ സ്വാഗതവും ജില്ലാ ഭരണസമിതി മെമ്പർ MB ജോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന വാർഷിക സമ്മേളനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ക്ലാസ് എടുത്തു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് വിവാഹ സഹായനിധി വിതരണം ചെയ്തു. അഞ്ഞൂർ യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പുള്ളി, വയലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ, അണ്ടത്തോട് യൂണിറ്റ് പ്രസിഡന്റ് M മുഹമ്മദ് അലി, യൂണിറ്റ് സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ കണക്കും അവതരിപ്പിച്ചു. ലൂക്കോസ് തലക്കോട്ടൂരിനെ വീണ്ടും യൂണിറ്റ് പ്രസിഡന്റായും നിലവിലുള്ള ഭരണസമിതി തുടരാനും യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. ഏപ്രിൽ 22 VP മാമു ഓർമ്മദിനത്തിൽ CPM പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ബ്രാഞ്ച് തലങ്ങളിൽ പുഷ്പാർച്ചനയും പ്രഭാതപേരിയുമുണ്ടായി. ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തോടുകൂടിയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. ആൽത്തറ ഗ്രീൻലാൻഡ് റീജൻസിക്ക് എതിർവശത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം പുന്നയൂർകുളം പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം സ്തുത്യർഹമായി നിർവഹിക്കുകയും ജനസേവകനായി ജനഹൃദയങ്ങളിൽ ജീവിക്കുകയും പുന്നയൂർകുളത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിലും ഉജ്ജ്വലമായ പങ്കുവഹിച്ചതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് VP മാമു എന്ന് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം V അപ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജംഷീദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, NK അക്ബർ MLA, വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി V താജുദ്ദീൻ, ഏരിയ കമ്മിറ്റി അംഗം AD ധനീബ്, പുന്നയൂർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ജയന്തി, C ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സുരേഷ് താണിശ്ശേരി സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം ജാസ്മിൻ ഷഹീർ നന്ദിയും പറഞ്ഞു. കുട്ടഞ്ചേരി ആലിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ 5 മണിക്ക് നിർമ്മാല്യം, തുടർന്ന് ക്ഷേത്രം തന്ത്രി കാട്ടുമനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. വൈകിട്ട് നട തുറക്കൽ, ദേശകുരുതി, 6 മണിക്ക് നിറമാല, ചുറ്റിവിളക്ക്, ദീപാരാധന, ഭഗത് സേവ, അത്താഴ പൂജയും നടന്നു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സതീശനും സംഘവും നേതൃത്വത്തിൽ തുമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ താലം എഴുന്നള്ളിച്ച് 7 മണിക്ക് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പറവെപ്പും ഉണ്ടായി. ശാസ്താംപാട്ടും നടന്നു. വൈകിട്ട് 7 മണി മുതൽ അന്നദാനവും ഒരുക്കിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,075 രൂപ, പവന് 1,12,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ,
കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം പാറന്നൂർ തോട്ടുങ്ങൽ രാധ നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. വിജയൻ ഭർത്താവാണ്. സ്മിത, സ്മിജ എന്നിവർ മക്കളാണ്. ചുണ്ടൽ പുതുശ്ശേരി കുഞ്ഞുകുട്ടൻ ആശാരി മകൻ ദാമോദരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. രുക്മിണി ഭാര്യയും സുനീഷ്, ഷീന, ഷീജ എന്നിവർ മക്കളുമാണ്. തമ്പുരാൻപടി സാംസ്കാരിക സമുച്ചയത്തിന് സമീപം ശ്രീജിത്ത് നഗറിൽ താമസിക്കുന്ന പട്ടണത്ത് ശ്രീനിവാസൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഗിരിജ ഭാര്യയും ശ്രീജ, ശ്രുതി, പരേതനായ ശ്രീജിത്ത് എന്നിവർ മക്കളുമാണ്. ചെമ്മണ്ണൂർ പരേതനായ മുണ്ടൻ ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 98 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. വേലായുധൻ, കൃഷ്ണൻകുട്ടി, ലളിത, മോഹനൻ, ചന്ദ്രൻ എന്നിവർ മക്കളാണ്. കോഴിക്കോട് പാവങ്ങാട് രാമചന്ദ്രൻ നഗർ വടക്കൂട്ട് കോലാടി ബിനോയ് വില്ലയിൽ സാറാമ നിര്യാതയായി. 91 വയസ്സായിരുന്നു. വെസ്റ്റ് ഹിൽ GUP സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതനായ ജോസ് ഭർത്താവാണ്. റോയ്, ബെന്നി, ബിനോയ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൂരം നടത്തിപ്പുമായുള്ള ധാരണ. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണമെന്നും B ഗോപാലകൃഷ്ണൻ. ആറാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന് സമാപനമായി. പെരുമ്പിലാവ് ആൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പിലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.